إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, പ്രപഞ്ചരക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി കാത്തു സൂക്ഷിച്ച് ജീവിതത്തിൻ്റെ ഓരോ അനക്കങ്ങളിലും നടത്തങ്ങളിലും ഇടപാടുകളിലും ക്രയവിക്രയങ്ങളിലും അള്ളാഹുവിൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങളെ ശിരസാവഹിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹനീയമായ മാതൃകകളെ അനുധാവനം ചെയ്ത് തഖ്വയുള്ളവരായി ജീവിക്കണം എന്ന് ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അതിമഹത്തായ മുഅ്ജിസത്താണ് ഇസ്റാഉം മിഅ്റാജും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതത്തിൽ വലിയ വിഷമതകൾ, അത്യധികം പ്രയാസങ്ങൾ നേരിട്ട ഒരു വേളയിൽ തൻ്റെ ഭാര്യ ഖദീജ ബീവിയുടെ മരണവും പിതൃവ്യൻ അബൂ ത്വാലിബിൻ്റെ മരണവും അതിനുശേഷം പ്രവാചകൻ അഭയം തേടി നടന്നു ചെന്ന ത്വായിഫിലുള്ളവർ ആട്ടിയോടിക്കുകയും ചെയ്ത പലതരത്തിലുള്ള സങ്കീർണമായ വിഷമതകളിലൂടെ പ്രവാചകൻ കടന്നു പോകുമ്പോഴാണ് ലിനുരിയഹു മിൻ ആയാത്തിന, അള്ളാഹുവിൻ്റെ അനേകം ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഏതാനും ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുന്നതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു തആല ഇസ്റാഉം മിഅ്റാജും എന്ന മഹത്തായ അത്ഭുതയാത്ര ചെയ്യിപ്പിച്ചത് എന്ന് നാം മനസ്സിലാക്കി. ബുറാഖ് എന്ന വാഹനത്തിലായിരുന്നു പ്രവാചകന്റെ ആ യാത്ര. മക്കയിൽ നിന്ന് അന്നത്തെ യാത്രാ സംവിധാനങ്ങളിൽ ഒരു മാസമെങ്കിലും യാത്ര ചെയ്താൽ എത്തിച്ചേരുന്ന അത്ര വിദൂരതയിലുള്ള മസ്ജിദുൽ അഖ്സയിലും അവിടുന്ന് 7 ആകാശങ്ങൾക്ക് മുകളിലേക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ മഹത്തായ ആ യാത്ര, ആകാശാരോഹണ വേളയിൽ മിഅ്റാജിൻ്റെ സന്ദർഭത്തിൽ ഓരോ ആകാശങ്ങളിൽ വെച്ച് ആദം നബി അടക്കമുള്ള വിവിധ പ്രവാചകന്മാരെ അവിടുന്ന് കണ്ടുമുട്ടിയത്, അവരോട് സലാം ചൊല്ലിയത്, അവരും അവരുടെ കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടറിഞ്ഞത്, അങ്ങനെ ആ പ്രയാണം മുകളിലോട്ട് തുടരുമ്പോൾ 6ാമത്തെ ആകാശത്ത് നിന്ന് മൂസാ നബി അലൈഹിസ്സലാമിനെയും കണ്ടതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര തുടരുമ്പോൾ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞ വാചകം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു. റബ്ബി ലം അളുന്ന അൻ യുർഫഅ അലയ്യ അഹദുൻ, ഞാൻ ഈ നിൽക്കുന്ന മണ്ഡലത്തിൻ്റെ മുകളിലേക്ക്, ഇതിനേക്കാളും ഉയരങ്ങളിലേക്ക് ഒരു അടിമക്ക് യാത്ര ചെയ്യാവുന്ന ഒരു സാഹചര്യം, ഒരു ഭാഗ്യമുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാണ്. അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത്രമേൽ
ആദരവ് ലഭിച്ച, ലോകത്ത് കടന്നുപോയ മുൻകഴിഞ്ഞ സകല പ്രവാചകന്മാരെക്കാളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദരിക്കപ്പെടുന്ന ആശ്വാസത്തിന്റെ, ആത്മവിശ്വാസത്തിന്റെ നിമിഷങ്ങളായിരുന്നു മിഅ്റാജിന്റെ വേളയിൽ ഉണ്ടായിരുന്നത് എന്ന് കാണാം. സുമ്മ അലാ ബിഹി ഫൗഖ ദാലിക് ബിമാ ലാ യഅലമുഹു ഇല്ലല്ലാഹ്. അവിടുന്നും എന്നെയും കൊണ്ട് ആ പ്രയാണം തുടർന്നു. എത്ര ഉയരത്തിലേക്കാണ് ഞാൻ എത്തിയത് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയാവൂ. അത് എത്രയെന്ന് വിവരിക്കാൻ എനിക്ക് സാധ്യമല്ല. അത്രമാത്രം ഉയരങ്ങളിലേക്കായിരുന്നു ആ പ്രയാണം. ആ പ്രയാണത്തിനിടക്ക് അള്ളാഹു തൻ്റെ നടപടിക്രമങ്ങൾ എഴുതി വെക്കാൻ മലക്കുകളോട് നിർദ്ദേശിക്കുമ്പോൾ അവർ എഴുതി വെക്കുന്നതിൻ്റെ ആ ചലനം, അതിൻ്റെ ശബ്ദം താൻ കേൾക്കുന്ന സാഹചര്യമുണ്ടായി. സുമ്മ ഉരിജ ബി ഹത്താ ളഹർതു ലിമുസ്തവൻ അസ്മഉ സരീഫൽ അഖ്ലാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുന്നു. അങ്ങനെ ആ മിഅ്റാജ് എവിടം വരെ എത്തി എന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് സിദ്റത്തുൽ മുൻതഹ എന്ന അത്ഭുതകരമായ ഒരു വൃക്ഷത്തെ സംബന്ധിച്ച് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തുന്നത്. ഹത്തൻ തഹബി ഇലാ സിദ്റത്തിൽ മുൻതഹ വഗശിയഹ അൽവാനുൻ ലാ അദ്രി. എനിക്ക് വർണ്ണിക്കാനാവാത്ത വിവിധങ്ങളായ വർണ്ണങ്ങൾ കൊണ്ട് പൊതിയപ്പെട്ട, ചുറ്റപ്പെട്ട അത്ഭുതകരമായ ഒരു ഇലന്തമരം, ആ ഇലന്തമരത്തിൻ്റെ അടുക്കൽ ഞാൻ എത്തുകയുണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സിദ്റ എന്ന പദത്തിൻ്റെ അർത്ഥം ഇലന്തമരം. മുൻതഹ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം എൻഡ്. ഒരു കാര്യത്തിൻ്റെ, ഒരു വസ്തുവിൻ്റെ അങ്ങേ അറ്റത്തിനാണ് മുൻതഹ എന്ന് പറയാം. ദുനിയാവിൽ നിന്ന് ഒരു അടിമയ്ക്ക് എത്തിച്ചേരാവുന്ന ഒരു അറ്റം, ഒരു പ്രദേശത്തിൻ്റെ അങ്ങേ അറ്റം, അതാണ് യഥാർത്ഥത്തിൽ സിദ്റത്തുൽ മുൻതഹ. ആ സിദ്റത്തുൽ മുൻതഹയെ കുറിച്ച് ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ കാണാം. ഫയകൂനു അസ്ലു സിദ്റത്തുൽ മുൻതഹ ഫി സാദിസ വ മുഅ്ലമുഹ ഫി സാബിഅ. അത് 6ാമത്തെ ആകാശം മുതൽ 7 ആകാശത്തോളം, അതിനു മുകളിലോളം അത് ഉയർന്നു നിൽക്കുന്ന ഒരു വലിയ ഒരു മരമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹദീസുകളുമായി ബന്ധപ്പെട്ട അതിൻ്റെ വിശദാംശങ്ങളിൽ കാണാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നജ്മിൻ്റെ 16ാം ആയത്തിൽ ഈ സിദ്റയെക്കുറിച്ച്, ഇലന്ത മരത്തെക്കുറിച്ച്, മിഅ്റാജിന്റെ വേളയിൽ പ്രവാചകൻ കണ്ട ആ അത്ഭുത കാഴ്ചയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത് ഇത് യഗ്ശ സിദ്റത മാ യഗ്ശ. ആ സിദ്റയെ, ആ ഇലന്ത മരത്തെ ചുറ്റപ്പെട്ടിട്ടുള്ളതെന്തോ അതെല്ലാം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വിവരിക്കുന്നിടത്ത്, ആ ഹദീസുകൾ, ഈ വിഷയത്തിൽ വന്ന ഹദീസ് വിശദീകരിക്കുന്നിടത്ത് അബ്ദുല്ലാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഈ ആയത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നതും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നു. ഫറാഷുൻ മിൻ ദഹബിൻ, സ്വർണം കൊണ്ടുള്ള ചില പ്രത്യേക പൂമ്പാറ്റകൾ, ആ പൂമ്പാറ്റകളാണ് അതിനെ വലയം ചെയ്തത്. അഹാത ബിസ്സിദ്റ വഖത്താഹ ഫറാശത്തുൻ മിൻ അദ്ദഹബ് ഔ ഇന്നൽ ഫറാശ അഹാല ബൈന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വബൈന ഷജറ. പ്രവാചകനും ആ ഇലന്ത മരത്തിനും സിദ്റത്തുൽ മുൻതഹക്കും ഇടയിൽ പിന്നീട് ഒരു മറ, അതല്ലെങ്കിൽ ഒരു തടസ്സമുള്ളത് ആ ചുറ്റപ്പെട്ട ആ സ്വർണം കൊണ്ടുള്ള പൂമ്പാറ്റകളാണ് എന്ന് ആ വിഷയങ്ങളിൽ വന്ന ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ സിദ്റത്തുൽ മുൻതഹയുടെ പരിസരത്ത് വെച്ച് 600 ചിറകുകളുള്ള മലക്ക് ജിബ്രീലിനെ സാക്ഷാൽ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയുണ്ടായി. ആ മണ്ഡലത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണ്ണമായ രൂപത്തിൽ ജിബ്രീലിനെ കാണുന്നു. ഹദീസുകളിൽ കാണാം, റസൂലുള്ള ജീവിതത്തിൽ 2 സന്ദർഭങ്ങളിലാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പൂർണ്ണമായ രൂപത്തിൽ കാണുന്നത്. ഒന്ന്, വഹ്യ് ലഭിച്ച് പിന്നീട് ഒരു വിടവ്, വഹ്യ് ലഭിക്കാത്ത ഒരുപാട് നാളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ ഒരു ഇടവേളക്ക് പരിസമാപ്തി കുറിച്ച് വീണ്ടും വഹ്യുകൾ പ്രവാചക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഘട്ടത്തിലാണ് ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ പൂർണ്ണമായ രൂപത്തിൽ കാണുന്നത്. അതല്ലാത്ത സന്ദർഭത്തിൽ ജിബ്രീലിനെ മനുഷ്യരൂപത്തിലും മറ്റുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിരുന്നത് എന്നത് ഈ വിഷയത്തിൽ പ്രാമാണികമായ
ഹദീസുകളുടെ അടിസ്ഥാനത്തിലുള്ള ചരിത്രരേഖയായി നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായിരുന്നാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തുള്ള മറ്റുള്ള പ്രവാചകന്മാരെക്കാൾ ആദരിക്കപ്പെടുന്ന സാഹചര്യത്തിന്റെ ഭാഗമായിട്ടാണ് സിദ്റത്തുൽ മുൻതഹ വരെയുള്ള ആ മിഅ്റാജിന്റെ പ്രയാണം നടക്കുന്നത്. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുന്ന അവസരം ബൈത്തുൽ മഅമൂർ കാണാനുള്ള അവസരമുണ്ടായി എന്നാണ്. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ബൈത്തുൽ മഅമൂർ കാണുമ്പോൾ റസൂലുള്ളാഹി ചോദിക്കുന്നു, ഇതെന്താണ്? കൂടെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു, ഹാസൽ ബൈത്തുൽ മഅമൂർ യദ്ഖുലുഹു കുല്ല യൗമിൻ 70,000 മലക്ക്. ഓരോ ദിവസവും 70,000 മലക്കുകൾ ആരാധന നിർവഹിക്കുന്നതിന് വേണ്ടി പ്രവേശിക്കുന്ന പ്രത്യേകമായ ഒരു ഗേഹമാണ് ബൈത്തുൽ മഅമൂർ. എന്താണ് അതിന്റെ പ്രത്യേകത? ഇദ് ഖറജു മിൻഹു ലം യഊദു ഫീഹി മാ അലൈഹിം. അതിൽ ഉള്ള 70,000 മലക്കുകൾ അവരവരുടെ ആരാധന കഴിഞ്ഞ് പുറത്തിറങ്ങിയാൽ പിന്നെ അവർ ഈ ബൈത്തുൽ മഅമൂറിലേക്ക് തിരിച്ചു വരില്ല. പിന്നെ അടുത്ത ദിവസം വേറെ 70,000 മലക്കുകൾ പ്രവേശിക്കും. ഇങ്ങനെ ഓരോ ദിവസവും തിരിച്ചു വരാത്ത രൂപത്തിലുള്ള 70,000 പുതിയ പുതിയ മലക്കുകൾ അതിൽ പ്രവേശിക്കുമെന്നാണ്. അഥവാ നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറമാണ് അള്ളാഹു ലോകത്ത് സൃഷ്ടിച്ചിട്ടുള്ള അവൻ്റെ മഖ്ലൂഖാത്ത്. അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ എന്ന് പറയുന്നത് നമുക്ക് എണ്ണിക്കണക്കാക്കാനോ കണ്ടെത്താനോ സാധിക്കാത്ത അത്രയും വിശാലമായ വ്യാപ്തിയിലാണ് അള്ളാഹു പടച്ചിട്ടുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ അനുഭവം പങ്കുവെക്കവേ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. മൂന്നാമതായി മിഅ്റാജ് യാത്രയിൽ സംഭവിക്കുന്നത് അള്ളാഹുവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്ന സംഭാഷണമാണ്. ആ സംഭാഷണ വേളയിലാണ് ഈ ഉമ്മത്തിന് 5 നേരത്തെ നമസ്കാരം നിർബന്ധമാകുന്നത്. ഫഉഅതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സലാസ. 3 കാര്യങ്ങളാണ് ആ സന്ദർഭത്തിൽ അല്ലാഹു തആല പ്രവാചകന് നൽകിയത്. ഒന്നാമത്തേത് ഉഅതിയ സ്വലവാത്തിൽ ഖംസ്, 5 നേരത്തെ നമസ്കാരം. അത് വാനലോകത്ത് വെച്ച് മിഅ്റാജിന്റെ വേളയിൽ ആകാശലോകത്ത് വെച്ചാണ് ഈ ഉമ്മത്തിന് നിർബന്ധമാകുന്നത്. രണ്ടാമത്തേത് വഉഅതിയ ഖവാതിമ സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ അവതരിക്കപ്പെടുന്നത് ആ മിഅ്റാജിന്റെ വേളയിൽ ആകാശത്ത് വെച്ചാണ്. മൂന്നാമത്തേത് വഗുഫിറ ലിമൻ ലം യുശ്രിക് ബില്ലാഹി മിൻ ഉമ്മതിഹി ഷൈഅൻ അൽ മുഖഹിമാത്ത്. ഒരു വ്യക്തി ചെയ്യുന്ന വൻ പാപങ്ങൾ പോലും അവൻ ശിർക്ക് ചെയ്തിട്ടില്ലാത്ത ജീവിതത്തിലൂടെ അവൻ്റെ ജീവിതം പിന്നീട് നന്മകൾ കൊണ്ട് സമൃദ്ധമാക്കിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ജീവിതത്തിൻ്റെ ഇന്നലകളിൽ സംഭവിച്ച വൻ പാപങ്ങൾ പോലും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന്. ഈ 3 കാര്യങ്ങളും മിഅ്റാജിന്റെ വേളയിലാണ് നടക്കുന്നത്. ആ വേളയിൽ തന്നെയാണ് നമുക്കറിയാം, ആദ്യമായി തന്നെ 5 വക്ത് നമസ്കാരമല്ല നിശ്ചയിക്കുന്നത്, 50 വക്ത് നമസ്കാരമാണ് അള്ളാഹു നിശ്ചയിക്കുന്നത്. അതുമായി പ്രവാചകന കൽപ്പനയുമായി തിരിച്ചു വരുമ്പോൾ ഫമറർതു അലാ മൂസ നബിയുടെ സമീപത്തിലൂടെ ഞാൻ ഇങ്ങനെ ഇറങ്ങിച്ചെന്നു. ആ സമയത്ത് അദ്ദേഹം ചോദിച്ചു, ബിമാ ഉമിർത, എന്താണ് അള്ളാഹു താങ്കൾക്ക് പുതിയതായി ഒരു കൽപ്പന നൽകിയിട്ടുള്ളത്? റസൂലുള്ളാഹി പറഞ്ഞു, ഉമിർതു ബി 50 സ്വലാത്ത് കുല്ല യൗമിൻ. എല്ലാ ദിവസവും 50 നേരം നമസ്കരിക്കണം എന്ന ഒരു കൽപ്പനയാണ് ലഭിച്ചത്. അതിന് മൂസാ നബിയുടെ മറുപടി, ഇന്ന ഉമ്മതക ലാ തസ്തതിഉ 50 സ്വലാത്തൻ കുല്ല യൗം. ഒരു ദിവസം 50 വക്ത് നിസ്കരിക്കുക എന്നത് നിന്റെ ഉമ്മത്തിനെ കൊണ്ട് സാധ്യമല്ല. വ ഇന്നി വല്ലാഹി ഖദ് ജറബ്തു الناس قبلك وعالجت بني اسرائيل اشد المعالجه. നിന്നേക്കാൾ ഒരു ഉമ്മത്തിനെ കൈകാര്യം ചെയ്ത, ഒരു ഉമ്മത്തിന്റെ നിലപാടുകൾ മനസ്സിലാക്കിയ ഒരു അനുഭവം വെച്ച് ഞാൻ പറയാം, ഇസ്രായേലി സമൂഹവുമായി ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അവർക്കുള്ള ദൈവികമായ കൽപ്പനകൾ ഞാൻ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ദൈവിക കൽപ്പനകൾ ചെയ്യുന്നതിൽ അവർക്ക് വീഴ്ച വരുത്തിയവരാണ്. അതുകൊണ്ട് ആ അനുഭവം വെച്ച് പറയാം, 50 വക്ത് നമസ്കാരം ഈ ഉമ്മത്തിന് നിർബന്ധമാക്കിയാൽ അവർക്കത് പൂർണ്ണതയോടെ നിർവഹിക്കാൻ സാധിക്കില്ല. ഫർജ് ഇലാ റബ്ബിക ഫസ്അൽഹു തഖ്ഫീഫ ലി ഉമ്മതിക. താങ്കൾ റബ്ബിന്റെ അടുക്കൽ തിരിച്ചു പോയി ഈ ഉമ്മത്തിന് വേണ്ടി ഒരു തഖ്ഫീഫ്, ഇത് ഒന്ന് ലഘുവാക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് താങ്കൾ ഒന്ന് അഭ്യർത്ഥിക്കുന്നത് നന്നാവും. ആ നിർദ്ദേശമനുസരിച്ച് വീണ്ടും പ്രവാചകൻ അള്ളാഹുവിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞ് 10 വീത നമസ്കാരങ്ങൾ, അതിൻ്റെ എണ്ണം ആദ്യഘട്ടത്തിൽ കുറച്ച് അവസാനം 5 വക്ത് നമസ്കാരം ഉമ്മത്തിന് നിർബന്ധമാകുന്നത് മിഅ്റാജ് വേളയിലാണ്. ഈ ഹദീസുകളിൽ കാണാം, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ തന്നെയാണ്,
ഈ 5 വക്ത് നമസ്കാരവും ഉമ്മത്തിന് പ്രയാസമാണ് എന്ന് മൂസാ നബി പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സഅൽതു റബ്ബി ഹത്തസ്തഹയൈതു, ഞാൻ റബ്ബിനോട് അത്യാവശ്യം ചോദിച്ചിട്ടുണ്ട്, ഇനി ചോദിക്കാൻ എനിക്ക് ലജ്ജയാണ്. വലകിന്നി അർളാ വ ഉസല്ലിം, ഇനി റബ്ബ് നിശ്ചയിച്ചത് ഞാൻ അതങ്ങ് തൃപ്തിപ്പെടാണ്, ഞാൻ അതിന് വിധേയപ്പെടുകയാണ്. 5 വക്ത് നമസ്കാരമെന്ന ഭാരവുമായി ഞാൻ എൻ്റെ ഉമ്മത്തിലേക്ക് തിരിച്ചു പോവുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഒരു 5 വക്ത്, ഈ 5 വക്ത് ഭാരമാണ്. ആർക്കാണ് ഭാരം? അത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ അലൽ ഖാശിഈൻ, ഖുശൂ ഇല്ലാത്ത ആളുകൾക്ക്, ഭയഭക്തി ഇല്ലാത്ത ആളുകൾക്ക് 5 നേരത്തെ നമസ്കാരം ഭാരമായി ചുമടായി അനുഭവിക്കുമെന്ന ഭാഷ്യം വിശുദ്ധ ഖുർആനും പങ്കുവെച്ചതാണ്. അപ്പൊ ഈ 5 വക്ത് നമസ്കാരം അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ അതിൽ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, ഞാൻ അതിന് വിധേയപ്പെട്ടിട്ടുണ്ട് എന്നാണ്. 4-മതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗം പ്രവാചകന് കാണിക്കപ്പെടുന്നുണ്ട്. സുമ്മ ഉദ്ഖിൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കപ്പെട്ടു. ഫൈദാ ഫീഹാ ഹബായിലുൽ ലുഅ്ലു, അവിടെ മുത്തുമാലകൾ തൂക്കിയിടപ്പെടുന്ന അവസ്ഥകൾ, അത്തരം അലങ്കാരങ്ങൾ ഞാൻ കണ്ടു. വഇദാ തുറാബുഹാ അൽ മിസ്ക്, അതിൻ്റെ മണ്ണ് കസ്തൂരിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ യാത്രയുടെ വിവരണം പങ്കുവെക്കുന്നത് ഇമാം ബുഖാരിയുടെ ഹദീസിൽ കാണാം. അതേപോലെ നരകാവകാശികളുമായി ബന്ധപ്പെട്ട ശിക്ഷകൾ അത് പ്രവാചകന് ദൃശ്യമാക്കി കൊടുത്ത ഒരു സന്ദർഭം മിഅ്റാജിന്റെ സന്ദർഭത്തിലുണ്ട്. നമുക്കറിയാം, ഈ ലോകാവസാനം കഴിഞ്ഞ് പിന്നെ ഹിസാബ് കഴിഞ്ഞിട്ടാണ് സ്വർഗ നരകങ്ങളിലെ രക്ഷാശിക്ഷകൾ നിശ്ചയിക്കപ്പെട്ടതെങ്കിലും എന്തായിരിക്കും ഈ ആളുകൾക്കുള്ള ശിക്ഷയെന്ന് പ്രവാചകന് മോചസത്തിന്റെ ഭാഗമായി, ഇക്റാമിന്റെ ആദരവിന്റെ ഭാഗമായി അല്ലാഹു തആല കാലേ കൂട്ടി കാണിച്ചു കൊടുത്ത ആ സംഭവങ്ങളും മിഅ്റാജിന്റെ സന്ദർഭത്തിലാണ്. 5-മതായി ഇതിനു ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാനലോകത്ത് നിന്ന്, വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക്, മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിച്ചെത്തുന്നത്. ഏകദേശം സുബ്ഹിയുടെ അടുത്തെത്തുന്ന ആ ഒരു സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തുന്നത്. പ്രവാചകൻ നമസ്കരിച്ചു. ആ നമസ്കാരത്തിൽ അവിടെ പ്രവാചകന്മാർ, മറ്റു പ്രവാചകന്മാരും അതിൽ പങ്കെടുത്തിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അതിനുശേഷം 6-മത്തെ ഘട്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ബുറാഖ് എന്ന വാഹനപ്പുറത്ത് കയറി നിശാന്ത്യത്തിൽ, ആ രാത്രിയുടെ അവസാന സന്ദർഭത്തിൽ ഇരുട്ടിൽ തന്നെ മക്കയിലേക്ക് തിരിച്ചെത്തുന്നത്. ഒരു യാത്ര പോയി വന്നു എന്ന് വിശ്വസിക്കാൻ സാധിക്കാത്ത അത്രയും അസാധാരണമായ സംഭവങ്ങൾ നിറഞ്ഞു നിന്ന അത്ഭുതകരമായ ഒരു മുഅ്ജിസത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ആ മിഅ്റാജ് യാത്ര. ഈ മിഅ്റാജ് യാത്ര പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ആത്മവിശ്വാസവും ആശ്വാസവും നൽകപ്പെടുന്ന അത്തരം മുഹൂർത്തങ്ങളായിരുന്നു സമ്മാനിച്ചിരുന്നത് എന്ന് കാണാൻ സാധിക്കും. ഈ ഇസ്റാഉം മിഅ്റാജും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവുമായി ചേർന്ന് നിന്ന് ആ ചരിത്രത്തെ വായിക്കുമ്പോൾ നമുക്ക് ഒരു സാമാന്യമായ ധാരണ ഉണ്ടായിരിക്കണം എന്ന നിലക്കാണ്, ഒരു കേട്ടുകേൾവിക്കപ്പുറത്ത് ഈ വിഷയങ്ങൾ ഹദീസുകളിൽ പ്രതിപാദിക്കപ്പെട്ടതാണെന്നും ആ നിലക്ക് സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തിൽ വന്ന ചില സൂചനകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ പ്രവാചകൻ അറിയിച്ചു തന്ന ഇസ്ലാമുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് അസാമാന്യം വ്യക്തമായ ധാരണ വെച്ചു പുലർത്തി ഇസ്ലാമികമായ വിഷയങ്ങളിൽ കൃത്യമായ ഈമാനോടുകൂടി, യഖീനോടുകൂടി ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസികും സാനിയൻ ബിത്തഖ്വല്ലാഹ്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിം ലോകത്തിൻ്റെ സജീവമായ ശ്രദ്ധ നേടിയ 2 സംഭവങ്ങൾ, 2 വാർത്തകളുണ്ട്. ഒന്ന്, അമേരിക്കയിൽ ലോസ് ഏഞ്ചൽസ്, ഹോളിവുഡ് നഗരങ്ങളടക്കമുള്ള വിവിധ പ്രവിശ്യകളിൽ ഏകദേശം 46,000 ഏക്കർ പ്രദേശത്ത് നിറഞ്ഞു നിന്ന ഒരു ഭീകരമായ അഗ്നിതാണ്ഡവം.
അതുമായി ബന്ധപ്പെട്ട നാശനഷ്ടങ്ങളുടെ ദുരന്തങ്ങളുടെ വാർത്ത നമ്മൾ കേട്ടു, വായിച്ചു, കണ്ടു. അതിന് തൊട്ട് ശേഷമാണ് ഫലസ്തീനിൻ്റെ മണ്ണിൽ നിന്ന് ഗസയിൽ ഒരു വെടിനിർത്തൽ ഈ ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്നു എന്ന ഇസ്ലാമിക ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസകരമായ ഒരു വാർത്തയും നാം കേട്ടിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ നാം ചിന്തിക്കേണ്ട, നമ്മുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കേണ്ട 3-4 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. ഇപ്പം അമേരിക്കയിലുണ്ടായ ഒരു തീപിടുത്തം, അതിൻ്റെ വ്യാപ്തി, അത് സൃഷ്ടിച്ച ബില്യൺ കണക്കിന് നാശനഷ്ടങ്ങളെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നില്ല. പക്ഷെ ഒരു സമൂഹം അവരെത്ര അഹങ്കരിച്ചാലും എത്ര അഹന്ത കാണിച്ചാലും തങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളുണ്ട് എന്ന് വിചാരിച്ചാലും മനുഷ്യൻ നിസാരനാണ്, ദുർബലനാണ് എന്ന് മനുഷ്യരെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്നതാണ് അള്ളാഹുവിൻ്റെ ഇത്തരം നടപടിക്രമങ്ങൾ. അവിടുത്തെ തീ അണക്കാൻ, തീ തടുക്കാൻ അതിനാവശ്യമായ വെള്ളം പോലുമില്ലാത്ത, രക്ഷപ്പെട്ട ആളുകൾക്ക്, പലായനം ചെയ്ത ആളുകൾക്ക്, വീട് വിട്ട് സുരക്ഷാ ഇടങ്ങളിലേക്ക് എത്തിയ ആളുകൾക്ക് അവരുടെ അത്യാവശ്യങ്ങൾക്കുള്ള കുടിവെള്ളം, ശുദ്ധവെള്ളം പോലുമില്ലാത്ത അത്തരം സാഹചര്യങ്ങൾ ആ പ്രദേശങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദുരന്തം പെയ്തിറങ്ങുന്നതിൻ്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിലാണ് ലോസ് ഏഞ്ചൽസിലുള്ള ഒരു അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് അമേരിക്ക അടക്കമുള്ള അവരൊക്കെ നിലകൊള്ളുന്ന ചില സ്ഥലങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞത്, ഇത് ഗോഡ്ലെസ് സിറ്റിയാണ്, ദൈവമില്ലാത്ത മണ്ണാണ്, ദൈവത്തെ ആശ്രയിക്കാത്ത മണ്ണാണ് എന്ന് പറയുന്ന അഹങ്കാരത്തിൻ്റെ വാർത്തകളുണ്ടായത്. ആ മണ്ണിൽ നിന്നാണ് മിഡിൽ ഈസ്റ്റ് ഞങ്ങൾ ചുട്ട് ചാമ്പലാക്കും, അവിടെ ഞങ്ങൾ നരകം തുറക്കും എന്ന അഹങ്കാരത്തിൻ്റെ സംസാരങ്ങൾ ഉയർന്നത്. പക്ഷെ ആ മണ്ണിലുള്ള ആളുകളാണ് ദൈവത്തെ വിളിച്ച് നിലവിളിക്കുന്ന സാഹചര്യങ്ങൾ ആ മണ്ണിലുണ്ടായത്. അത് അള്ളാഹുവിൻ്റെ ശിക്ഷയാണോ, അതല്ല പരീക്ഷണമാണോ, അതല്ല ഏതെങ്കിലും മനുഷ്യർ ചെയ്തു വെച്ച മാൻമെയ്ഡ് ഡിസാസ്റ്റർ ആണോ എന്നതൊന്നും നമുക്കറിയില്ല. ഒരു ദുരിതത്തെ സംബന്ധിച്ച് അത് ശിക്ഷയാണോ അല്ലേ എന്ന് പറയാൻ വഹിയുള്ള പ്രവാചകനെ സാധിക്കുകയുള്ളൂ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഏതേത് ദുരിതങ്ങളും ദുരന്തങ്ങളും കണ്ടാൽ അത് അള്ളാഹുവിലേക്ക് കീഴ്പ്പെടാനും വിനീതരായി വിധേയരായി ജീവിക്കുവാൻ അവരെ പ്രാപ്തമാക്കാനുള്ള സന്ദേശങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ കൃത്യമായ പ്രഖ്യാപനം നാം ഓർക്കേണ്ടതുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എന്നത് നമ്മുടെ ഒരു ശത്രു രാജ്യമൊന്നുമല്ല. കാരണം ആ മണ്ണിൽ തന്നെ ഫലസ്തീനിന് വേണ്ടി നടന്ന പടുകൂറ്റൻ റാലികൾ, ഐക്യദാർഢ്യ സദസ്സുകൾ ആ മണ്ണിൽ നടന്നിട്ടുണ്ട്. മുസ്ലിങ്ങളടക്കമുള്ള ധാരാളം ആളുകൾ അവിടെ ജീവിക്കുന്നുണ്ട്. പള്ളികൾ, പ്രബോധന സംരംഭങ്ങൾ അതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ നാടിനെ സംബന്ധിച്ച് അതൊരു ശത്രു രാജ്യമായി അവിടെ നടക്കുന്ന ഏത് ദുരിതവും ദുരന്തവും ആർത്തട്ടഹസിച്ച് പൊട്ടിച്ചിരിക്കുവാനുള്ള ഒരു അവസരമായി ഉപയോഗപ്പെടുത്തുന്നത് അല്പത്തരമാണ്, അപക്വതയാണ്. നമ്മളൊരു അയൽവാസി നമ്മളെ എപ്പോഴും നമ്മളെ പ്രയാസപ്പെടുത്താണ്. നമ്മുടെ മതിലിൻ്റെ ഇപ്പുറത്തേക്ക് അവരുടെ വേസ്റ്റ് ഇടുന്നു, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു ആലോചന വന്നാൽ അത് തടയുന്നു, നമ്മുടെ ഒരു ഭൂമി വിൽക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കെതിരെ പാര വെക്കുന്നു. എപ്പോഴും നമ്മളെ പ്രയാസപ്പെടുത്തുന്ന ഒരാൾ. പക്ഷെ അയാൾ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട് അരയ്ക്ക് താഴെ അയാൾ ചലനമറ്റ അവസ്ഥയിലെത്തിയാൽ അത് കണ്ട് നമ്മൾ ചിരിക്കോ? ഇല്ല. അയാൾ ഇനിയെങ്കിലും നന്നാവട്ടെ, ഇതൊക്കെ ഒരു ഡോസ് കിട്ടിയത് അയാളൊന്ന് ജീവിതം നന്നാക്കട്ടെ എന്നൊക്കെ പറയാന്നതല്ലാതെ അതൊക്കെ അയാൾക്ക് കിട്ടേണ്ടതാണ്. അയാൾ ഇന്നെ കുറെ പ്രയാസപ്പെടുത്തിന്, പറിച്ചോ അയാൾക്ക് മർമ്മ നോക്കി കൊടുത്തു എന്ന് പറയുന്നത് ഒരു നല്ല ശൈലിയല്ല. കാരണം എന്താ? ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും സ്വാലിഹീങ്ങളായ ആളുകൾക്കുണ്ടാവും, നല്ല ആളുകളുടെ ജീവിതത്തിലും കഷ്ടപ്പാടുണ്ടാവും. അപ്പൊ ദുനിയാവിൽ തന്നെ അള്ളാഹു ശിക്ഷയും രക്ഷയും പൂർണ്ണമായും നൽകും എന്ന കാഴ്ചപ്പാടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ പരലോകം എന്ന ഒരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വൈകാരികതയുടെ ഒരു ഭാഷ്യം തീർച്ചയായും സ്വീകരിക്കുക എന്നത് നമുക്ക് യോജിച്ചതല്ല എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, ഗസയുമായി ബന്ധപ്പെട്ട് ആഗോളതലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന, ലോകരാജ്യങ്ങൾ ഇടപെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചില ചർച്ചകളുടെ ബാക്കി പത്രമായി ഒരു സീസ് ഫയർ, അവിടെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. പക്ഷെ ആ പ്രഖ്യാപനം നടത്തിയതിന് ശേഷവും അവിടെ അക്രമ പരമ്പരകൾ തുടരുന്നുണ്ട്. ഞായറാഴ്ച മുതൽ ഈ പ്രശ്നങ്ങൾക്ക് ഒരു അറുതിയുണ്ടാകും എന്ന പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ് ലോകരാജ്യങ്ങൾ, വിശിഷ്ട
മനുഷ്യ മുസ്ലിം സമൂഹം 70 വർഷത്തിലധികമായി ആ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനിതര സാധാരണമായ അധിനിവേശങ്ങളാണ് എന്നത് കൃത്യമായി അറിയുന്നവരാണ് നമ്മൾ. ആ മണ്ണിന് വേണ്ടി നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുക. അവിടുത്തെ സമൂഹത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കുന്നതിനു വേണ്ടിയുള്ള പ്രാർത്ഥനകൾ സജീവമായി നാം തുടരേണ്ട ഒരു ഘട്ടമാണ്. അതോടൊപ്പം മുസ്ലിമീങ്ങൾ എന്ന നിലയ്ക്ക് നമ്മളൊരു ജീവിതവുമായി മുന്നോട്ട് പോകുമ്പോൾ 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി ഓർക്കണം. ഒന്ന്, അള്ളാഹു പരീക്ഷണം ഇറക്കുന്നതിന് ചില കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ദുരന്തങ്ങൾ വർഷിക്കുന്നതിന് ചില കാരണങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. അത് പഠന വിധേയമാക്കി നമ്മുടെ ജീവിതത്തെ കൃത്യമായി ചിട്ടപ്പെടുത്തണം. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ, അള്ളാഹു വാഗ്ദാനം ചെയ്ത സഹായം ലഭിക്കുവാൻ അവൻ നിശ്ചയിച്ച ചില ഉപാധികളുണ്ട്. ആ ഉപാധികൾ മനസ്സിലാക്കി അത് ഫുൾഫിൽ ചെയ്യുന്ന, അതിന് വിധേയമായി ജീവിക്കുന്നു എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മൂന്നാമത്തേത്, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പരാമർശിക്കുന്നിടത്ത് അല്ലാഹു തആല അവരിൽ പെയ്തിറക്കിയ ശിക്ഷകളെ സംബന്ധിച്ച് അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ സമയങ്ങൾ, അതിൻ്റെ ബാക്കി പത്രങ്ങൾ അത് വിശുദ്ധ ഖുർആൻ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചും കൃത്യമായ ഒരു ഉൾക്കാഴ്ചയും ഒരു കൃത്യമായ ധാരണയും നമുക്കുണ്ടാവണം. അള്ളാനെ മറന്ന് ജീവിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാവരുത്. പലപ്പോഴും ആളുകൾക്ക് അള്ളാനെ മറക്കുന്നത് അത് ഈ ഇസ്ലാമിൽ പോലും ഇല്ലാത്ത ആളുകളാണ്, അതല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലുമുള്ള സ്വച്ഛാധിപത്യത്തിൻ്റെ ഭരണാധികാരികളാണ് എന്ന് വിചാരിക്കാറുണ്ട്. നമ്മൾ അള്ളാനെ മറക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കാം. ഇന്നത്തെ സുബഹി, ഇന്നത്തെ പ്രഭാതം നമ്മളൊക്കെ ചിന്തിക്കാം. നമ്മളെ വീട്ടിൽ സുബഹിയുടെ വക്തിൽ തന്നെ എല്ലാവരും നമസ്കരിച്ചിട്ടുണ്ടോ? എല്ലാവരും സുബഹിക്ക് എഴുന്നേറ്റിട്ടുണ്ടോ? നമ്മുടെ വീടുകളിൽ നമസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കപ്പെടുന്നുണ്ടോ? ഇന്നത്തെ ദിവസം നമ്മൾ നടത്തിയിട്ടുള്ള ക്രയവിക്രയങ്ങളിൽ 100% ഹലാലായ സമ്പത്ത് മാത്രമാണ് എന്നിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഒരാളെ മാനഹാനി വരുത്തുന്ന, ഒരാളുടെ മനസ്സിന് മുറിവേൽപ്പിക്കുന്ന ദ്വയാർത്ഥങ്ങളിലുള്ള സംസാരങ്ങളോ പരിഹാസങ്ങളോ കുത്തുവാക്കുകളോ നമ്മൾ നടത്തിയിട്ടുണ്ടോ? സ്വന്തം ഭർത്താവിനോട് മാന്യമായി പെരുമാറുന്നുണ്ടോ? ഭാര്യയോട് കാരുണ്യത്തോടെ പെരുമാറുന്നുണ്ടോ? വീട്ടിൻ്റെ അകത്തളങ്ങളിൽ ശാന്തമായ ഒരു നിലപാട്, അന്തരീക്ഷം നിലനിൽക്കുന്നതിനുള്ള ക്ഷമയും വിട്ടുവീഴ്ചയും നമ്മൾ കാണിക്കുന്നുണ്ടോ? ഈ നിലക്ക് നിരന്തരമായി റബ്ബിനെ ഞാൻ മറക്കുന്നുണ്ടോ, നമ്മൾ മറന്നു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഗൗരവമായി ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ യഥാവിധി അറിഞ്ഞ് മനസ്സിലാക്കി അവനിൽ വിശ്വസിച്ച് അവനെ ഭയപ്പെട്ട് അവൻ്റെ സഹായങ്ങളിൽ പ്രതീക്ഷയർപ്പിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളായി ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, ആകസ്മികമായ ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് നീ രക്ഷയും കാവലും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിൽ, ഞങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ, ഇടപാടുകളിൽ, ജീവിതോപാധികളിൽ, കുടുംബ ബന്ധങ്ങളിൽ ഞങ്ങൾക്ക് നീ ഐശ്വര്യം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഭൗതിക ജീവിതത്തിലെ ഞങ്ങളുടെ ഹലാലായ ആഗ്രഹങ്ങൾ പൂവണിയുന്ന ദുനിയാവിൻ്റെ ഹസനത്തുകൾ ആസ്വദിക്കുവാൻ അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരം പ്രയാസങ്ങളും സംഘർഷങ്ങളുമായി കഴിഞ്ഞുകൂടുന്ന ധാരാളം ആളുകളുണ്ട്. രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നവർ, സാമ്പത്തിക പരാധീനത മൂലം കഷ്ടപ്പെടുന്നവർ, ഇണക്കമില്ലാതെ വീടുകളിലും കുടുംബങ്ങളിലും ജോലിസ്ഥലങ്ങളിലും പ്രയാസപ്പെടുന്ന ആളുകൾ, ഏവരുടെയും ജീവിതത്തിൽ ആശ്വാസവും സന്തോഷവും ശിഫയും റഹ്മത്തും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അവർക്കും ഞങ്ങൾക്കും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുവേ, മുസ്ലിമായതിൻ്റെ പേരിൽ ദുരിതം അനുഭവിക്കുന്ന ലോകമാസകലമുള്ള
ഇസ്ലാമിക സമൂഹത്തിലെ സഹോദരീ സഹോദരന്മാർക്ക് ശാശ്വതമായ സ്വസ്ഥതയും സമാധാനവും പുനഃസ്ഥാപിച്ച് അവർക്കും ഞങ്ങൾക്കും ഇസ്സത്തോടു കൂടി ജീവിക്കുവാനുള്ള അവസരം നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أجرنا من النار. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.